ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്യൂണ എന്ന് വെച്ചാൽ ചൂര മീനില്ലേ, ചൂര മീൻ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ്, ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ ക്യാൻഡ് ടൂണ മേടിക്കത്തില്ല. അതിന് പകരം നമ്മൾ സാധാരണ ടൂണ മേടിച്ചിട്ട് നമ്മൾ ക്യാൻഡ് ടൂണയൊക്കെ സാൻഡ്വിച്ചിൽ ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാക്കാൻ പോവുക. എനിക്ക് തോന്നുന്നു ക്യാൻഡ് ടൂണ മേടിക്കുന്നതിലും നല്ലത് ഇങ്ങനെ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനൊരു ചീസ് ഓംലെറ്റ് തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടൂണ ചീസ് മസാല ചീസാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് ട്യൂണയിലൊരു സംഭവം തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ട്യൂണ വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് ഫ്രഷ് ട്യൂണ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്യാൻഡ് ട്യൂണ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ ട്യൂണയിൽ മാംസമുള്ള ഭാഗം മാത്രമായിട്ട് നോക്കിയെടുത്തു കേട്ടോ. അതിനകത്തിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ. വെന്ത് കഴിയുമ്പം കുറച്ച് സ്റ്റോക്ക് വെച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട, വേവുന്ന രീതിയിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കുഞ്ഞായിട്ട് നുറുക്കി കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് നുറുക്കി കൊടുക്കാം. കാരണം അതിനകത്തിൽ മുള്ളോ അങ്ങനെ എന്തെങ്കിലും ചീള് പോലെയൊക്കെ കാണും. അപ്പോൾ അത് അല്ലെങ്കിൽ കഴിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും ചെറിയ ചെറിയ പോർഷൻസൊക്കെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഒത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ പറയുന്നത്, കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറയുന്നത്. ഇങ്ങനത്തെ കുഞ്ഞു ചീളുകൾ കാണും. അപ്പോൾ കഴിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഒരു പാൻ എടുക്കുക, അതിനകത്തിലേക്ക് ബട്ടർ തന്നെ ആഡ് ചെയ്യുക, നല്ല ടേസ്റ്റ് എടുത്തുള്ളൂ കേട്ടോ. അതിനകത്തിലേക്ക് ഞാനൊരു ഇടത്തരം ഒരു സവാള, കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇത് തന്നെ ധാരാളം കേട്ടോ. ഇത് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ ആഡ് ചെയ്ത് ചിലപ്പം നമ്മുടെ ട്യൂണയുടെ അല്ലെങ്കിൽ ചൂര മീനിൻ്റെ ആ ഒരു ഫ്ലേവർ ചിലപ്പോൾ നഷ്ടപ്പെടും, ഒരുപാട് വെജിറ്റബിൾസ് ആയാലും. അപ്പോൾ ഇത് രണ്ടും തന്നെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഞാൻ ഉപ്പൊന്നും ആഡ് ചെയ്തില്ല. എന്നിട്ട് നമ്മൾ ആ മീനിൻ്റെ ആ സ്റ്റോക്ക് അങ്ങനെ തന്നെ ഒഴിക്കുക. ആ സ്റ്റോക്കിനകത്ത് ഉപ്പ് ഉണ്ടല്ലോ, നമുക്ക് ഉപ്പ് ലാസ്റ്റ് ചെക്ക് ചെയ്യാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. അത്യാവശ്യം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ചില്ലി ഫ്ലേക്സ് ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഇപ്പോഴും നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം മീനിൽ ഉപ്പുണ്ടല്ലോ. അപ്പോൾ മീനും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോകാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പം നിങ്ങൾ ക്യാൻഡ് ട്യൂണയാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് അതിനകത്തിലിപ്പോൾ ഓയിൽ വരുന്ന ട്യൂണയാണെങ്കിൽ ആ ഓയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ബാക്കി ഓയിൽ കളയാം. വെള്ളത്തിൽ വരുന്നതാണെങ്കിൽ ആ വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ചില ട്യൂണയിൽ ഉപ്പ് വരും. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണം. പിന്നെ കുറച്ചുകൂടെ കുരുമുളക് പൊടി വേണം തോന്നിയതുകൊണ്ട് മാത്രം കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്യൂണയുടെ ആ ഫില്ലിങ്. അപ്പോൾ നിങ്ങൾ ട്യൂണ മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നമുക്ക് തോരനായിട്ട് ചോറിൻ്റെ കൂടെയും കഴിക്കാം. എന്നിട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡിനകത്തേക്ക് ഈ ട്യൂണയുടെ ഫില്ലിങ് വെച്ചിട്ട് ഒരു ബ്രെഡ് കൂടെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്ത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയും കഴിക്കാം. അല്ല, ഞാൻ ഒരെണ്ണം അങ്ങനെ എടുത്തു, ഒരെണ്ണം ഞാൻ മൊസറല്ല ചീസ് വെച്ചിട്ട് അല്ലെങ്കിൽ നോർമൽ ചീസായാലും അങ്ങനെയും വെച്ചിട്ട് എടുക്കാത്തോ. അപ്പോൾ ട്യൂണയുടെ ഫ്ലേവർ മാത്രം ഇഷ്ടമുള്ളവർക്ക് ആത്ത രീതിയിൽ എടുക്കാം. ചീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അത് ഇനി ഞാനത് രാവിലത്തേക്കാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തയ്യാറാക്കിയത്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ടുള്ള ഡിന്നർ തയ്യാറാക്കുക. ഞാൻ ഇതുപോലെ തന്നെ വീണ്ടും ട്യൂണ എടുത്തു. അതിലേക്ക് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് അങ്ങനെ വെച്ചു കേട്ടോ. എന്നിട്ട് ഇത് ബട്ടറിലാട്ടോ ഞാൻ വീണ്ടും ഇതൊന്ന് രണ്ട് സൈഡൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ചീസ് ആഡ് ചെയ്തു. ഇതെൻ്റെ ഏട്ടൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കിയ റെസിപ്പിയാണ്. ബട്ട് ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവണം, അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ചീസ് ഓംലെറ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. സെയിം അതിനകത്തിലേക്ക് ക്യാരറ്റ്, പിന്നെ നമ്മളുടെ ഒണിയൻ എന്ന് വെച്ചാൽ ഉള്ളി, ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെനിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്, ഞാൻ ട്യൂണ കഴിക്കത്തില്ല അതുകൊണ്ട് തന്നെ. എന്നിട്ട് ഇതിനകത്തിലേക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക കേട്ടോ. ഇതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, മസ്റ്റ് ട്രൈ കേട്ടോ. നല്ല ചീസ്, ഈ മൊസറല്ല ചീസ് തന്നെ വേണം എന്നില്ല കേട്ടോ, സാധാ ചീസായാലും മതി.
എന്നിട്ട് ഞാൻ വീണ്ടും ബട്ടർ ആഡ് ചെയ്തു. അപ്പം ഓംലെറ്റ് എനിക്കും ഈ ട്യൂണ ഉണ്ടല്ലോ, ഇപ്പോൾ രണ്ടാമത് ചെയ്ത ട്യൂണ ഏട്ടനുമാണ്, ബ്രെഡും ട്യൂണ ഏട്ടനും, എനിക്ക് ഓംലെറ്റുമാണ്. രാവിലത്തേക്കാണ് നമ്മളെ ഫില്ല് ചെയ്തിട്ടുള്ള ട്യൂണ, ഫസ്റ്റ് ഉണ്ടാക്കിയ ട്യൂണ കേട്ടോ. അല്ല ഇതെല്ലാം കൂടെ ഞങ്ങൾ കഴിക്കല്ല, ഞങ്ങൾ ഓരോന്നോരോന്നും ഇതേ കഴിക്കുന്നുള്ളൂ. എന്നിട്ട് ബ്രെഡ് നന്നായിട്ട് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ മുട്ടയൊന്ന് പാനിലേക്ക് ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചീസ് ഓംലേറ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ബ്രെഡിനിടയിൽ വെച്ച് കഴിക്കാം. ഞാനിപ്പോൾ ബ്രെഡിനിടയിൽ വെച്ചിട്ട് കഴിക്കുക കേട്ടോ ചെയ്തത്. എന്നിട്ട് ചീസ് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ മോസറല്ല ചീസ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് സാധാ ചീസിൻ്റെ സ്ലൈസ് കിട്ടത്തില്ല, അതാണെങ്കിലും ആഡ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് അതൊന്ന് മെൽറ്റായി കഴിയുമ്പം ബ്രെഡിനിടയിൽ വെച്ച് അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഓംലെറ്റ് അങ്ങനെ ചീസ് ഓംലെറ്റ് കഴിക്കുന്ന പോലെ അങ്ങനെയും കഴിക്കാം. ഞാനിപ്പോൾ ബ്രെഡിനിടയിൽ വെച്ചിട്ട് ഞാനിത് വെക്കുന്ന രീതി മാറിപ്പോയി. ആക്ച്വലി ഇത് തിരിച്ച് വെച്ചിട്ടാണ് മടക്കേണ്ടത്, എനിക്ക് മടക്കാൻ വിട്ടു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ മടക്കി അതിനകത്തിൽ വെച്ച് ഞാൻ കഴിച്ചാൽ പോരെ എങ്ങനെയായാലും. അപ്പം ഇത് രണ്ടുമാണ് ഇന്ന് ഡിന്നറിന് വേണ്ടി തയ്യാറാക്കി. ഇതിൻ്റെ കൂടെയാണ് ബ്രെഡാട്ടോ കഴിച്ചത്. ഞാൻ ബ്രെഡ് ഇങ്ങനെ കഴിച്ചു. ഇതിലേതെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഫസ്റ്റ് കാണിച്ച് ട്യൂണ ട്രൈ ചെയ്ത് നോക്കണം, പിന്നെ ഓംലെറ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറയും. ലാസ്റ്റിൽ ഈ ട്യൂണ, ഇതും നന്നായിട്ട് തന്നെ വന്നു, എന്നാലും ഫസ്റ്റ് ട്യൂണയായിട്ട് ഒന്നുകൂടെ ബെറ്റർ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പരീക്ഷണങ്ങളുടെ അടുത്ത ഘട്ടം. ഈ ട്യൂണ പരീക്ഷണം ജീവൻ പറഞ്ഞതാണ് മസാല ഇട്ടിട്ട്. ഇത് പിന്നെ ഉണ്ട് ഇങ്ങനെ തന്നെ ട്യൂണയ്ക്കകത്ത്. അറിയത്തില്ല എനിക്ക് നല്ലതാണോ വലിയൊന്നും. കൊള്ളോ അറിയത്തില്ല, ജീവന്റെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാ. ഇത് പിന്നെ മസാല ഇടണ്ടേ, മറ്റേ ഇതും കൂടെ തേക്കണം, മയനൈസോ വല്ലോ അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റോ വല്ലോ. കുറച്ച് മസാല ശരിക്കും ഇടണോടി, എന്നാലേ ആ ഒരു ഇത് വരത്തുള്ളൂ. ഇപ്പൊ കിട്ടി സെന്ററിലോട്ട്. ഞാൻ വക്കല്ലേ പഠിച്ചത്, വക്കത്തോട്ട് പഠിച്ചപ്പില്ല, സെന്ററിലോട്ട് പഠിച്ചപ്പോ കിട്ടി. ഒരു ബ്രെഡ് കൂടെ എടുക്കണം. എന്തിനാ? ഈ 2 ബ്രെഡ് മതി. ജീവനാട്ടോ. എന്തിന്? അന്ന് ഇത് വെച്ചോട്ടെ, ഇത് ജീവനാ. ഇതിനകത്ത് ഒരു ബ്രെഡ് ഉണ്ട്. ഇത് കുഴപ്പമില്ല, ഇത് നാളെ നമ്മള് വേറെ ഫില്ലിങ് വെക്കാം. ആവശ്യത്തിന് കഴിച്ചാൽ നാളെ കൊണ്ടുപോകാൻ ബാക്കി വേണ്ടാത്തത്. നാളത്തേക്ക് ട്യൂണ ഒരു ബോയിൽ ചെയ്ത്, നമ്മൾ ക്യാൻഡ് ട്യൂണ മേടിക്കത്തില്ലേ, അതിന് പകരം ഞാൻ തന്നെ ട്യൂണ ബോയിൽ ചെയ്തിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ മയോണൈസ് ഉണ്ടല്ലോ, മയോണൈസ് വെച്ചിട്ട് ഈ മസാല ഇല്ലേ, ഈ മസാലക്കകത്തേക്ക് കുറച്ച് മയോണൈസ് ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് ഒന്നുകൂടെ രസമായിരിക്കും. പക്ഷെ മയോണൈസ് എനിക്കിനി ഉണ്ടാക്കാൻ വയ്യ. അത് മുക്ക മസാല സംഭവം ബെബുണ്ട്. കൊള്ളാമോ? അടിപൊളി. ഇതൊക്കെ ആദ്യമേ എന്തുകൊണ്ട് ചെയ്തില്ല നമ്മൾ? കടപ്പാട് 5. കടപ്പാടെന്ന് പറയത്തില്ല, കടപ്പാട് 5. നന്ദി എന്ന് പറയത്തില്ല, അതിനാ കടപ്പാട്. അതുണ്ടാക്കി മസാല ഉണ്ട്. നോക്കട്ടെ. ബൈ.